ക്ലാരിറ്റി. ശരിക്കും ലൊക്കേഷനിൽ നാരങ്ങ വെള്ളം മിസ് ചെയ്തു. വ്ളോഗും കൊണ്ട് തോറ്റു. നമുക്ക് പെട്ടെന്ന് പോയിട്ട് എന്നോ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് വെച്ച് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയ ഒരു വ്ളോഗാണിത്. മാസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ മടിച്ച് പോസ്റ്റ് ചെയ്യാതെ പോയതാണ്. സോ വെൽക്കം. ഹലോ, ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഞാൻ കാശ്മീരിൽ പോയിട്ടുള്ള കുറേ ഫോട്ടോസ് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ കുടുംബശ്രീ ഇപ്പോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുടുംബശ്രീ കഴിഞ്ഞു എന്നൊക്കെ. അങ്ങനെയല്ല, നമുക്ക് നോർമൽ ഷെഡ്യൂൾ വരുന്നത് 1 to 20 ആണ്. അപ്പോൾ അതായത് ഒരു മാസം 1-ാം തീയതി മുതൽ 20-ാം തീയതിക്കകത്താണ് നമുക്ക് സീരിയലിൽ ഷൂട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് 20-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയോ അല്ലെങ്കിൽ 31-ാം തീയതി വരെയൊക്കെ മോസ്റ്റ്ലി ബ്രേക്ക് ആയിരിക്കും, നമുക്ക് ഷൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈമിലാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെ പോയത് കൊണ്ട് ഞാൻ ഇനി എന്താ പറയുക, സീരിയൽ ചെയ്യുന്നില്ല എന്നൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് ഇന്ന് തിരിച്ച് ജോയിൻ ചെയ്യാണ്. നമുക്ക് ഇന്നാണ് ഷെഡ്യൂൾ തുടങ്ങുന്നത്. ഇന്ന് ഫെബ്രുവരി 4. നമുക്ക് സാധാരണ 1-ാം തീയതി തുടങ്ങാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്തൊക്കെയോ പല കാരണങ്ങളാൽ ഷൂട്ടിങ്ങനെ നീണ്ട് 4-ാം തീയതി എപ്പോഴാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഡേ ആണ്. ആൻഡ് ഫസ്റ്റ് ഡേ ആയിരുന്നു ഞാൻ വളരെയധികം ലേറ്റാണ്. ഞാനപ്പോൾ ഒരു 10-15 മിനിറ്റ് ലേറ്റായിട്ട് ടൈമിലെത്തിയെങ്കിൽ ഒരു വീഡിയോ വരാറുണ്ട്. ആ വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വണ്ടികളൊന്നും കാണാനല്ല. ആരും വലിയ എനിക്കൊരു സംശയം. ഇവിടെ ആട്ടോ ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത്. നടന്നിട്ട് അത് കൈ കിട്ടി രാവിലെ എങ്ങനെയൊക്കെയോ ഇറങ്ങിയത്. ഹായ്, എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റി. ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. എന്തൊരു സന്തോഷം. എന്തോ ഹായ്, ഫുഡൊക്കെ വന്നല്ലോ. മുടി കെട്ടിയതായിരിക്കും. മെലിഞ്ഞ സ്ലിമായ ഫുഡ്. ഇതെല്ലാം ഒരു 5-6 ഇത് പോയിട്ടുണ്ട്, സീക്വൻസുകൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്യും? ഓക്കെ, തപ്പാൻ സാധ്യത എന്ന് തോന്നിയിട്ടുണ്ട്. വണ്ടർഫുൾ. ഉപ്പ് തുറന്ന വെള്ളം പകുതി ബാഗ് പോയി. അപ്പൊ സംഭവിച്ച കാര്യം പറഞ്ഞു. കളർഫുൾ ആയിട്ട്, മാക്സിമം കളർഫുൾ ആയിട്ടുള്ളത് എടുക്കും. ചോയ്സ് വേണ്ടേ. ഡ്രസ് മാറി മുടി കെട്ടണം. ഓൾമോസ്റ്റ് റെഡി ആയില്ലേ? സിന്ദൂർ ഇടണം. അതിന് മുമ്പ് ബ്രേക്കായി. എല്ലാവരും ഫുഡ് കഴിക്കും. നമുക്ക് പോയി കഴിക്കാം. എന്താണെന്ന് അറിയില്ല. അവളീ ലോകത്തെ അല്ല. ഹായ്, അയ്യോ, നിന്റെ അമ്മയ്ക്ക് എന്തൊരു മൈൻഡ് ഇല്ലാത്ത. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
നമസ്കാരം. നമസ്കാരം. കുട്ടിയുടെ ഡയറ്റൊക്കെ ചെയ്ത് മെലിഞ്ഞ് സുന്ദരിയായിട്ട് വന്നിരിക്കാം. പക്ഷെ കിളി പോയിരിക്കണമെന്ന് കണ്ടാൽ തോന്നുമല്ലേ ചെറുതായിട്ട് നോക്കി ഈ മുഖത്തോട്ട് കണ്ടാൽ എന്തോ പോയാണ്ടാനെ പോലെ സൂക്ഷിച്ചു നോക്കൂ. ഷെഡ്യൂൾ ബ്രേക്കിൽ ആ റിയാക്ഷൻ ഒന്നുകൂടെ കാണിച്ചു തരുമോ? എൻ്റെ അടുത്ത് കുട്ടി ചോദിച്ചത് നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഷെഡ്യൂൾ ബ്രേക്കിലെന്ന്. അപ്പത്തെ റിയാക്ഷൻ കാണേണ്ടതായിരുന്നു. ഒന്ന് കാണിക്കടാ പ്ലീസ്. വാടാ എന്ത് വീണ്ടും again you. ബാക്കിനും ഫ്രണ്ടിനും ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അല്ല ബൈക്കിൽ കയറാൻ ഞാൻ തയ്യാറായത് തന്നെ. വാഹനമായ ബൈക്കിലും ഒക്കെ സൈക്കിളിലൊക്കെ സഞ്ചരിക്കേണ്ടി വരും. എന്നാൽ ഇവിടുത്തെ റോഡിന്റെ ഒക്കെ അവസ്ഥ മനസ്സിലാക്കുന്നത് സഹസ്രമേളം പറയുന്നത് കേട്ടാ തോന്നുന്നു. ഞാൻ ഇന്നലെ രാത്രി വന്ന് ഈ ഓടും ഇവിടെ കുഴിയെടുത്ത് വെച്ചേക്കുവാ. പെട്രോളിന് മിക്കവാറും ഞാനിവിടെ പോവാൻ ഒരു ഊബർ വിളിക്കാൻ സാധ്യതയുണ്ട്. വിഷ്ണു അത് ബ്രാൻഡ് പ്രൊമോഷൻ ആവില്ലേ? കളക്ടർ മാഡം പറഞ്ഞത് ശരിയാ. ഊബർ ബ്രാൻഡ് പ്രൊമോഷൻ അല്ലേ? അതാ സമയത്ത് നമുക്ക് നോക്കാം. അവിടെ നിർത്തി പറയേണ്ടി വരും. നമുക്ക് തന്നെ നമ്മുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിപ്പോ ബൈക്കിൽ പോകുന്ന ഒരു സീൻ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ബൈക്കിൽ പോകുന്ന കുണ്ടുകുഴിയുള്ള സീൻ നിങ്ങൾ കാണും, അപ്പൊ മനസ്സിലാവും. ഹായ് ഗൈസ്. എന്തോന്ന്? നീനൂസ് വ്ലോഗ്. യാക്. നീനൂസ് ഡേ ടു ഡേ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ്. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് പറയണം. റോൾ ചെയ്യും. അവരുടെ ബോഡി കപ്പായിട്ട് ഇടുന്നുണ്ടല്ലോ. കയറാൻ ഞാൻ തയ്യാറായത് തന്നെ. കാപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടോ? കാപ്പേറ്റ് ബീച്ചിങ്ങിന് പോകണമെങ്കിൽ ഒരല്പം സ്പീഡിൽ പോയിട്ട് കട്ടറുള്ള റോഡാ. പിന്നെ സ്പീഡിൽ പോകുമ്പോൾ ചിലപ്പം അല്ല ഓടിക്കുമ്പോൾ ചെരിയെന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഇതിന്റെ വണ്ടി നല്ല അന്തസ്സായി കെട്ടിയത് തന്നെയാ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. കെട്ടിയതാവാന്നല്ല ഞാൻ അങ്ങനെ പോയില്ലേ? അതിനാണെങ്കിൽ ഒരു ക്യാഷ് കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ അധികാര കസേരയിൽ ഇരിക്കുന്നവര് ഇതുപോലെ പാവങ്ങളുടെ വാഹനമായ ബൈക്കിലും സൈക്കിളും സഞ്ചരിക്കണം. എന്നാൽ എനിക്ക് അടുത്തെങ്കിലും സംഭവമില്ല.
പറഞ്ഞത് വണ്ടി കേട്ടെന്ന് തോന്നുന്നു. അതെ മുക്കി പിടിച്ചിരുന്നതാണ് കട്ടപ്പുള്ള. അത് പിന്നെ സുസു എന്താ കഴിക്കുന്ന സുസു? സുസു വന്നതിന്റെ ഇതായിട്ട് ഇന്നിവിടെ അച്ചപ്പമാണ്. അച്ചപ്പം അതിന് അച്ചപ്പം വീണു. കയ്യില് 2 കൈയുള്ളൂ. നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം അവിടെ പോയി. ഗ്ലാസ് കൂടെ കിട്ടും. അച്ചപ്പം കഴിഞ്ഞു. താജിലുള്ള സമയത്ത് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് തോന്നുന്നുണ്ട് അവിടെ. അതിനുശേഷം പിന്നെ ചെയ്തിട്ടില്ല. നാരങ്ങ വെള്ളം മിസ് ചെയ്തു. എന്ത് ശരിക്കും ലൊക്കേഷനിൽ നാരങ്ങ വെള്ളം മിസ് ചെയ്തു. നിനക്ക് വീട്ടിലത്തെ ഫുഡ് കഴിച്ച് മറ്റേ ഈ ഫുഡ് അല്ല അത് ആക്ച്വലി ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോ നമുക്കത് ഫീൽ ചെയ്യാം. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച തോന്നും. ഇവിടെ കുറച്ച് ഗ്ലാമർ ആയിട്ടോ. അത് മേക്കപ്പ് കുറയ്ക്കണം വളരെയധികം കുറയ്ക്കണം. ഇവള് 4-5 മാസം സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വെയിലൊന്നും കൊള്ളാതെ മറ്റേ ഇങ്ങനെ ഇതായി വന്നിട്ട് ഞാൻ 5 അല്ലെങ്കിൽ 6 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ചെയ്യുന്ന ആളാണ്. മനസ്സിലായോ? അല്ലാതെ നിന്നെ പോലെ മേക്കപ്പ് ഇട്ട് കിടന്നില്ല ഞാൻ. സോറി വഴിന്ന് മാറിയിരിക്കണോ? മര്യാദയ്ക്ക് നല്ല പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. കുറ്റബോധം ഒന്ന് മാറിയാണ് പെട്ടെന്ന് ബൈക്ക് ആക്ടർ സ്റ്റാൻഡിലെ വിഷ്ണുവിന്റെ പ്രേമനാടകം ഒന്ന് ശത്രുക്കളെ കൊണ്ട് പറയിക്കണം. വേണ്ട ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. സ്റ്റാർട്ട് ആവരുത്. സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം എന്താ സ്റ്റാർട്ട് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വേറെ ക്യാബ് വിളിക്കണം. ഇതേ കേട്ടോ. ഇപ്പോൾ സമയം മറ്റേ ബിഗ് ബോസ് പറയുന്ന പോലെ ഇപ്പോൾ സമയം എത്ര? 1 മണിയായെന്ന് തോന്നുന്നു. 12:59. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. ഞം ഞം ഞം. പാപ്പ ചോറ്, മീൻകറി. ഇതിൻ്റെ പുളിഞ്ചിക്ക ഞങ്ങളുടെ നാട്ടിൽ ഓർക്കാപ്പുളി എന്ന് പറയും. നിന്റെ നാട്ടിൽ എന്താ പറയാറുത്? കണ്ട നിനക്ക് അറിഞ്ഞൂടെ? ഇരുമ്പാമ്പുളി. ഇരുമ്പാമ്പുളി. അതെ, തടി മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഇത് വേറെ എന്തോ കറി. ഇത് പിന്നെ ക്യാബേജ്, ഫിഷ് ഫ്രൈ. ആ വെറൈറ്റി ഫുഡ് കാണിച്ചേ. പക്ഷെ ഇപ്പൊ കൊള്ളാം. നമ്മുടെ രാഹുലിന്റെ മെസ്സായതുകൊണ്ടോ. ഇവിടെ ഇതേ സാമ്പാറും ചപ്പാത്തിയും കഴിക്കുന്ന ആളും. ഇവിടെ എന്തൊക്കെയോ കഴിക്കുന്നു. ഞാൻ ഇത് കഴിക്കുന്നു. എന്നോട് കൈ അങ്ങനെ നല്ലൊരു ഭക്ഷണത്തിന് ശേഷം നമ്മൾ പോയി ഒന്ന് ഡ്രസ്സ് മാറുമ്പോൾ ഭക്ഷണത്തിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഉണ്ടായിരുന്നേ എൻ്റെ അച്ചാറ് മൊത്തം കട്ട് നിന്ന് അവളാണ് അപ്പുറത്തും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഷെയറിങ് ഇസ് കെയറിങ് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ പോയി ഒന്ന് സുഖമായിട്ട് കിടക്കണം, ഉറങ്ങണം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷെ ചെയ്യരുത്. കാരണം നമ്മൾ ആത്മാർത്ഥതയുള്ള വർക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ വർക്ക് പ്ലേസ്. അപ്പം നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാൻ കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ഇടയ്ക്ക് എന്നിട്ട് ഈ സാധനം പറഞ്ഞ് ഞാൻ അടുത്തോട്ട് വന്നിട്ടുണ്ടോ? ഞാൻ ബ്ലോഗ് എന്നുള്ള വ്യൂ പോലും ഞാൻ ലൊക്കേഷനിൽ എടുത്തിട്ടില്ല. ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ മൈ വർക്ക് ലൈഫ്. ഫോട്ടോ എടുത്തല്ലോ. പിന്നെ ഫോട്ടോ കാണാൻ എനിക്ക്
ഫോട്ടോ പിന്നെ തന്നെ എന്താണ് ഫാൻ കാണാതെ ഫാൻ കാണുന്നുണ്ട്. അതിൽ സ്വിച്ച് ഇവിടെ വേറെ ഉണ്ടാവും. പെട്ടെന്ന് ആദ്യം വല്ലാതെ പോയി പിന്നെ പെട്ടെന്ന് ചുറ്റും നോക്കി നിവർത്തി അല്ലല്ല പെട്ടെന്ന് നോക്കി ചുറ്റും നോക്കി ആരെങ്കിലും മീനുവിൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. മീനു ഇപ്പോൾ അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ക്യാമറമാൻ ആക്കിയിരിക്കുക. ഐ വിൽ ഷോ യു അവളെന്താ ചെയ്യണമെന്ന്. ഇതെങ്ങനെയാടാ ബാക്ക് ആക്കുക? എവിടെടാ? കഷ്ട, ഈ ക്യാമറമാനൊന്നും അറിയില്ല. മീനു അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ശേ, പറ്റോ? നീ പറയുന്നൊന്നും സത്യാമ വിശ്വസിക്കും. അതുകൊണ്ട് നീ ഇതല്ല, നിന്റെ അപ്പുറത്തെ തലവേദന കാണിക്കുന്ന എനിക്കറിയായിരുന്നു. പക്ഷേ നീ കാണിച്ചത് ഉടായ്പ കണ്ടുപിടിച്ച ഏറ്റവും വലിയ മർമ്മം വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഫോണിൽ ചാർജ് തരുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ഇങ്ങനത്തെ ദിവസങ്ങളിൽ മനസ്സിലായി. ഇതോടെ അവസാനിക്കുകയാണ്. കാരണം ഇതിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഫോൺ ഓഫായിപ്പോയി. സോ ഇൻകംപ്ലീറ്റ് ആയ ഒരു ഡേ ഇൻ മൈ ലൈഫ് അറ്റ് വർക്ക്. താങ്ക് യു. ബൈ ബൈ.